VFA പരീക്ഷയ്ക്ക് വെറും 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് VFAയുടെ PAVQ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് ബാരി വ്യവസ്ഥ. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് ബാരി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഈ 3 വ്യവസ്ഥകളും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, രമേശ് ചന്ദ്ര ദത്ത്, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലകൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ 2 വിശേഷണങ്ങളാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ 2 വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പ്രത്യേകം നോട്ട് ചെയ്യുക, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തി എടുക്കുന്നതിലാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. ഇതിൽ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഡൽഹൌസി പ്രഭുവാണ്. അദ്ദേഹമാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. ഡൽഹൌസി പ്രഭുവിനെ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹമാണ് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16. ഒന്നുകൂടി, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. എന്നാൽ ഈ ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്തത് കാനിങ് പ്രഭുവാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. ലക്നൌവിലെ നേതാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. ലക്നൌവിലെ നേതാവായിരുന്നു താന്തിയ തോപ്പി. ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ. ഈ 4 ഓപ്ഷനുകളിലും ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവ് ഹസ്രത് മഹലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്, നോട്ട് ചെയ്തോളൂ. ഝാൻസിയിലെ നേതാവ് റാണി ഗൗരി ലക്ഷ്മിഭായ്. ബീഹാറിലെ നേതാവ് കൻവർ സിംഗ്. ഡൽഹിയിലെ നേതാവ് ബഹദൂർ ഷാ രണ്ട്, അതോടൊപ്പം തന്നെ ജനറൽ ഭക്ത് ഖാൻ. കാൺപൂരിലെ നേതാക്കളായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബീഗം ഹസ്രത് മഹൽ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? കറാച്ചി സമ്മേളനം, കൊൽക്കത്ത സമ്മേളനം, ബോംബെ സമ്മേളനം, ലാഹോർ സമ്മേളനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ INC എന്ന ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷൻ വഹിച്ച ലാഹോർ സമ്മേളനം. അതിനോടനുബന്ധിച്ച് കുറച്ച് പോയിന്റ്സ് പറയാം, നോട്ട് ചെയ്തോളൂ. 1929 ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക രവി നദിക്കരയിൽ ഉയർത്തി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നോട്ട് ചെയ്തോളൂ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു INC സമ്മേളനമാണ് 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷം വഹിച്ച സമ്മേളനം. ലാഹോറിലായിരുന്നു INC സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചത്. 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, രാജഗോപാലാചാരി, ഡോക്ടർ BR അംബേദ്കർ. ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് എ, ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ
ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന് അധ്യക്ഷം വഹിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. നോട്ട് ചെയ്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 7ാമത്തെ ചോദ്യം, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? A. ഫെഡറൽ, B. റിപ്പബ്ലിക്, C. ഡെമോക്രാറ്റിക്, D. സോഷ്യലിസ്റ്റ്. ഇതിൽ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ B. റിപ്പബ്ലിക് ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്. 8ാമത്തെ ചോദ്യം, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? A. മൗലികാവകാശങ്ങൾ, B. നിർദ്ദേശക തത്വങ്ങൾ, C. ആമുഖത്തിൽ, D. മൗലിക കടമകളിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമായിരിക്കണം എന്ന സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ B. നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങളിലാണ് ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമായിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ഭാഗം 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഭാഗം 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഭാഗം 4-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് മൗലിക അവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ഭാഗം 2-ൽ പൗരത്വത്തെക്കുറിച്ചും 4-ൽ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ മൗലിക അവകാശങ്ങൾ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ജോലി, സ്വകാര്യത, സമത്വം, വിദ്യാഭ്യാസം. ഓപ്ഷൻ D. വിദ്യാഭ്യാസം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്. 11ാമത്തെ ചോദ്യം, മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ? വില്യം ലോഗൻ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, സൈമൺ കമ്മീഷൻ, കപൂർ കമ്മീഷൻ. ഓപ്ഷൻ A. വില്യം ലോഗൻ കമ്മീഷൻ. അപ്പോൾ മലബാറിൽ ഒരു കാലത്ത് വളരെയധികം കർഷക കലാപങ്ങൾ നടന്നിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. 12ാമത്തെ ചോദ്യം, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആര്? പഴശ്ശിരാജാവ്, വേലുത്തമ്പി ദളവ, രാമനമ്പി, ബിർസ മുണ്ട. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ഓപ്ഷൻ C. രാമനമ്പിയാണ്. നിങ്ങൾക്കായിട്ടുള്ളൊരു ചോദ്യം, കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? കമൻറ്റ് ചെയ്യൂ. 13ാമത്തെ ക്വസ്റ്റ്യൻ, സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സർവ വിദ്യാധിരാജ എന്ന് അറിയപ്പെടുന്നത് A. ചട്ടമ്പിസ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ A. ചട്ടമ്പിസ്വാമികളെയാണ് സർവ വിദ്യാധിരാജ എന്ന് അറിയപ്പെടുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? കേരള കൗമുദി, കേരള സഞ്ചാരി, മിതവാദി, കേരള പത്രിക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 14C ആണ്, മിതവാദി. മിതവാദിയാണ് ഒരു കാലത്ത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്ന പത്രം. പ്രത്യേകം നോട്ട് ചെയ്തോളുക. 15ാമത്തെ ക്വസ്റ്റ്യൻ, കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, ബാരിസ്റ്റർ GP പിള്ള, ആഗമാനന്ദൻ. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അപ്പോൾ കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? അയ്യങ്കാളി. 16ാമത്തെ ക്വസ്റ്റ്യൻ, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ, സിംഗപ്പൂർ. ഇത് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ സെഷനിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.